എ അനുരാജ് വലത് നിരീക്ഷകൻ ബി അനുഭാവി എന്ന് തന്നെ പറയാം. ശ്രീ അനുരാജ്, വലിയ വിജയാഹ്ലാദ പ്രകടനമാണ് ഇന്നലെ മോദി അടക്കം മുഴുവൻ നേതാക്കളും നടത്തിയത്. പക്ഷേ ഈ വിജയം ഒരു അസ്വാഭാവിക വിജയമാണ്. അതിനുശേഷം മോദി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇനി ഒരിക്കലും പ്രതിപക്ഷത്തിന് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്തത് പശ്ചിമ ബംഗാളാണെന്ന് പറയുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് അസമാണെങ്കിലും അടുത്തത് പശ്ചിമ ബംഗാളാണെന്ന് പറയുന്നു. അപ്പോൾ ഇതേ മാതൃക പിന്തുടർന്ന് പശ്ചിമ ബംഗാളിലും ചില തന്ത്രങ്ങൾ മെനയും എന്നതിന്റെ സൂചനയായിട്ടാണ് അതിനെ പ്രതിപക്ഷം കാണുന്നത്. ഈ ആരോപണങ്ങൾക്ക് എന്താണ് മറുപടി? അല്ല, ആരോപണങ്ങളിൽ കഴമ്പില്ലല്ലോ. കാരണം പുതിയ തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് സജീവമായ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ചുമതലയല്ലേ. അപ്പോൾ ഓരോ ഇലക്ഷനും വരുമ്പോഴും പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് മെനയുകയും അത് മെനയുന്നതിലൂടെ നേട്ടമുണ്ടാക്കുകയും ചെയ്യണം. അത് തന്നെയാണ് ഇപ്പം ബീഹാർ ഇലക്ഷനിൽ സംഭവിച്ചത്. പല കാര്യങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ സംഭവിച്ചെന്താണ്? ഈ മഹാഗഠബന്ധൻ എന്ന് പറയുന്നത് 68 ലക്ഷത്തോളം പേർ വരുന്നത് ഈ പ്രതിപക്ഷത്തിന് കിട്ടുമായിരുന്ന വോട്ടായിരുന്നു. അതിൽ മിക്ക മേഖലകളും അത്തരം മേഖലകളിലാണ് ഈ വോട്ടപ്പട്ടികയിൽ നിന്ന് പുറത്തായവർ ഏറെയുള്ളത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ഷൻ്റെ സമയത്ത് എച്ച് ഫയൽസ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ട് അത് കോൺഗ്രസ്സുകാരിൽ തന്നെ എത്തിക്കാനോ ഫലപ്രദമായി ബീഹാറിലെ പ്രചരണത്തിൽ അത് ഉപയോഗിക്കാനോ കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഈ മഹാഗഠബന്ധന്റെ സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് പോലും അത് മനസ്സിലാകുകയോ അതിന്റെ തുടർച്ച ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങിയ ഒരു തുടർ പ്രക്രിയയായി മാറേണ്ടതാണ്. ആ തുടർ പ്രക്രിയ ഇത് ഒരു തുടർ പ്രക്രിയയായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ തുടർ പ്രക്രിയ ചെയ്യാതെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിട്ട് ഇത് മറ്റ് മുന്നണിയെ നോക്കിയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്രാവശ്യം പറയുന്നത് ഈ രീതിയിൽ വോട്ടർമാരെ ഒഴിവാക്കിയതാണ്. കഴിഞ്ഞ ഇലക്ഷൻ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? EVM ഹാക്കിംഗ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വോട്ടിംഗ് മെഷീൻ ശരിയല്ല എന്ന് പറഞ്ഞു. അതിന് മുൻപ് ഇപ്പം ബീഹാറിലെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമുക്കൊരു വാർത്ത വായിക്കാൻ പറ്റും. അതായത് പഴയ കാലത്ത് ഡൽഹിയിൽ നിന്നൊരു കൂട്ടം മാധ്യമപ്രവർത്തകർ ബീഹാറിൽ പോയ വാർത്ത എന്നൊരു പത്രപ്രവർത്തകൻ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അവിടെ ചെന്നിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവരുടെ വസ്ത്രങ്ങളടക്കം ഇവരുടെ വിലപ്പെട്ട എല്ലാ രേഖകളൊക്കെ അടങ്ങിയ പേഴ്സും ബാഗും എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വസ്ത്രമടക്കം എടുത്തു കൊണ്ടുപോയ ഒരു സാഹചര്യം വന്നു. ഞാൻ മറ്റൊരു സാഹചര്യം ഓർക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ ഡൽഹിയിൽ നിന്ന് ഒരു തവണ പത്രപ്രവർത്തകരെ ബീഹാറിൽ പറ്റ്നയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഇതേ സാഹചര്യം ഉണ്ടായി. ഞാൻ ആ പാർട്ടിയുടെ പേര് പറയുന്നില്ല. ഒരു പാർട്ടിയുടെ നേതൃത്വമാണ് അന്ന് ഈ പത്രപ്രവർത്തകർക്കെല്ലാം അവരുടെ നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് പകരം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തത്. ഈ രീതിയിൽ എന്താ പറയുക, ബൂത്ത് പിടുത്തവും ഒക്കെ നടക്കുന്ന ഒരു തരത്തിലും ജനാധിപത്യ സംവിധാനമില്ലാത്ത ഒരു ബീഹാറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഇലക്ഷനിൽ വന്നപ്പോൾ SIR ആണ് നടത്തിയ തയ്യാറെടുപ്പുകളും നമ്മൾ സംസാരിക്കുന്നത് 20 വർഷം മുമ്പുള്ള കാര്യമാണോ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, 20 വർഷം മുമ്പുള്ളതല്ല ഞാൻ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ഇത്തരം പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അന്ന് ചെയ്ത രാഷ്ട്രീയ പാർട്ടികളും ആ നേതാക്കന്മാരൊക്കെ ഇപ്പോഴും ബീഹാറിലുണ്ട്. പപ്പു യാദവിനെ പോലെയുള്ള ആൾക്കാരുള്ള സംസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുടുംബ രാഷ്ട്രീയം അതിൻ്റെ പരമാവധി നമ്മളിപ്പോൾ നെഹ്റു കുടുംബത്തിന് ഇന്നിപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ മകള് രോഹിണി ആചാര്യ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കാണ്ട് എൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുടുംബത്തിലെ മൂത്ത മകനെ ലാലു പ്രസാദ് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ആളെ നേതാവായിട്ട് തേജസ്വി യാദവിനെ വെച്ചപ്പോൾ അത് പ്രശ്നമായിട്ട് ചേട്ടൻ വേറൊരു പാർട്ടി ഉണ്ടാക്കി, ചേട്ടനും എന്നോട് മത്സരിച്ചു. ഇങ്ങനെ എന്താണ് രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാൻ പറയാൻ പറ്റാത്ത അഡ്രസ് അല്ല, ABCD എന്നൊക്കെ വരുന്ന അഡ്രസ്, പിന്നീട് പല കാര്യങ്ങൾ, പേരുകൾ, എന്താണ് മറ്റൊരു മോഡൽ, ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു? എന്തിലെങ്കിലും കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരക്ഷരം BJP ആ ഘട്ടത്തിൽ മിണ്ടിയില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണം പൊളിഞ്ഞില്ലേ എന്ന് പറയുന്നത് മോദിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആരോപണം വന്നാൽ അതിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം BJPക്കില്ല. നമ്മുടെ രാഷ്ട്രീയം വെച്ചാൽ അതത് രാഷ്ട്രീയ പാർട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങളിലായിരിക്കും. എന്ത് പറഞ്ഞത്? മോദി ഇന്നലത്തെ വിജയാഹ്ലാദ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ പൊളിഞ്ഞു എന്ന്. അതെ, അതാണ് BJPയുടെ സ്റ്റാൻഡ്. കോൺഗ്രസ് പറയുന്ന അതേ കാര്യം BJP പറയണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. BJPയുടെ സ്റ്റാൻഡ് അതാണ്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞില്ല എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊരു ഔദ്യോഗിക സംവിധാനമല്ലേ എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിച്ചില്ല BJP അല്ലെങ്കിൽ BJP? അതാണ് BJPയുടെ നിലപാട്.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ നിഷ്പക്ഷമാണ്. സഖ്യകക്ഷിയായിട്ടാണ് നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതങ്ങനെയല്ലേ പറഞ്ഞു. ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ തവണ പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കർണാടകയിൽ ആരാ ജയിച്ചത്? കേരളത്തിൽ ആരാ ഭരിക്കുന്നത്? തമിഴ്നാട്ടിൽ ആരാ ഭരിക്കുന്നത്? ബംഗാളിൽ ആരാ ഭരിക്കുന്നത്? മറ്റേതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾ ജയിക്കുന്നുണ്ട്. ഭരണമില്ലെങ്കിൽ പോലും എത്ര MP-മാരും MLA-മാരും ജയിക്കുന്നുണ്ട്. ബീഹാറിൽ ജയിച്ചില്ലേ കുറച്ച് പേര്? എവിടെയൊക്കെയാണ് പ്രശ്നം പറ്റിയത്? ഇപ്പം ഇവിടെ ആരോ ചർച്ചയിൽ പറഞ്ഞു 11 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് ഇവർ പരസ്പരം മത്സരിച്ചു, സൗഹൃദ മത്സരം. എന്താ സംഭവിച്ചത്? ആ 11 സീറ്റിൽ 8ഓ 9ഓ സീറ്റിൽ വിജയിച്ചത് നിതീഷിൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ആ രീതിയിൽ പാളയത്തിലെ പട എന്നോടൊപ്പം തന്നെ നമ്മുടെ പഴയകാല രാഷ്ട്രീയമുണ്ട്. അതെന്താണ്? അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ആണ്. അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ടറി പൊളിറ്റിക്സിലേക്ക് ബീഹാർ രാഷ്ട്രീയം മാറി എന്നുള്ള വളരെ ഗൗരവമായ വിഷയത്തെ കാണാൻ ശ്രമിക്കുകയാണ്. ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് 10,000 രൂപ അതിദരിദ്രരായ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇടുക, അതും ഈ ജീവിക ദീദി, അതായത് സഹകരണ സംഘമാണല്ലോ, സഹകരണ സംഘത്തിലെ സ്ത്രീകൾക്ക് അവർക്കാണ് ഇത് കൊടുക്കുന്നത്. സ്വാഭാവികമായി ആ വോട്ട് NDAക്കാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കണ്ണടച്ചു. അതൊന്നും അങ്ങനെയല്ലെന്നേ ഞാൻ അത് പറയാം. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ 20% സംവരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാറാണ്. സ്ത്രീകൾക്ക് തൊഴിൽ 35% സംവരണം കൊടുത്ത സംസ്ഥാനം ബീഹാറാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ഈ ഗ്യാസ് വിതരണ പദ്ധതി ഉണ്ടല്ലോ, ഉജ്ജ്വൽ എന്ന് പറയുന്ന പദ്ധതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 1.5 കോടി കുടുംബങ്ങളെങ്ങാണ്ട് അതിൻ്റെ സൗകര്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ PM ആവാസ് യോജനയിൽ 50 ലക്ഷം വീടുകളായിട്ടാണ് ബീഹാറിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനെക്കാട്ടിലും എത്രയോ കൂടുതലാണ് അതുപോലെയുള്ള പല പദ്ധതികളും ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ സ്വച്ഛ ഭാരതിൽ ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നത് 1.5 കോടി എങ്ങാണ്ട് ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല പദ്ധതികളും കേന്ദ്ര പദ്ധതികളും സംസ്ഥാന നാരീശക്തി പദ്ധതികൾ പലതും ബീഹാർ മുഖ്യമന്ത്രിയുടെ പദ്ധതികളുണ്ട്. ഈ രീതിയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി. നമുക്കറിയില്ലേ, കേരളത്തിൽ ചാരായ നിരോധനം ഉണ്ടാക്കിയിട്ടുണ്ടായ എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു. ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം സ്ത്രീകളെ ലക്ഷ്യം വെച്ച് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അവിടുത്തെ കുടുംബങ്ങൾ വികസിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കണം എന്ന ഉദ്ദേശത്തോടെ നടപ്പാക്കി. ഈ രീതിയിൽ 2005-ൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയതുതൊട്ട് ഇതുവരെ അദ്ദേഹം തുടരുകയാണ്. അപ്പം അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് തന്നെ ഇപ്പം ബീഹാറിലേക്ക് കേരളത്തിൽ നിന്ന് പോലും വളരെയധികം സഞ്ചാരികൾ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സഞ്ചരിക്കാവുന്ന നല്ല റോഡുകൾ അവിടെയുണ്ട്, റെയിൽ മേഖല മെച്ചപ്പെട്ടിട്ടുണ്ട്, വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങളിലൊക്കെ വൈദ്യുതി എത്തി, കൂടുതൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വരുന്നു, ദേശീയ തലത്തിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വരുന്നു. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ബീഹാറിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വെറും പ്രഖ്യാപനം നടത്തുക എന്നതിൽ നിന്ന് ഇത് പ്രവർത്തനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗോൾ പോസ്റ്റ് മാറി എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്രാവശ്യം മഹാഗഡ്ബന്ധന് സംഭവിച്ച അതേ കാര്യങ്ങൾ സംഭവിക്കും. ഇനി ഇതിനേക്കാട്ടിലും അത്ഭുതകരമാണ് നമ്മൾ അവിടെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്രശാന്ത് കിഷോർ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ബീഹാറിലെ മുഴുവൻ ഗ്രാമങ്ങളും മുഴുവൻ പ്രദേശങ്ങളും സഞ്ചരിച്ച് ജനങ്ങളെ സമീപിച്ചിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടാക്കിയിട്ട്. പാർട്ടി ആദ്യം അദ്ദേഹം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം 2021 ഒരു സംഘടന ഉണ്ടാക്കിയത്, അതിന് പിന്നീട് പാർട്ടിയാക്കി മാറ്റി. അത് കഴിഞ്ഞ് അദ്ദേഹം ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചു. ഈ 243 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 230 മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ, ഒന്നുകിൽ ഞങ്ങൾക്ക് 150 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ 10-ൽ താഴെ സീറ്റുകൾ കിട്ടും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് 10-ൽ താഴെ സീറ്റുകളെ കിട്ടിയുള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ഈ പുതിയ രീതിയിലുള്ള നിരീക്ഷണ ബുദ്ധിക്ക് പോലും സാധിക്കുന്നില്ല എന്ന നിരീക്ഷനും അതുപോലെ ഞാൻ അതിനെ പരിഹസിച്ച് പറഞ്ഞല്ല, ഞാൻ പരിഹസിച്ച് പറഞ്ഞല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറയാം, ഇതാണ് സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ഇതൊന്നും ശരിയാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ NDA ചെയ്തത്, NDAക്കും കഴിഞ്ഞ തവണ പാളിച്ച പറ്റിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തവണ ചില സഖ്യകക്ഷികളെ ഒന്നും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ NDAക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. നമ്മൾ ഓർക്കേണ്ടത് ഇപ്പം JP നഡ്ഡയെ പോലെ അല്ലെങ്കിൽ അമിത്ഷായെ പോലെ നരേന്ദ്രമോദിയെ പോലെയുള്ള ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ അവരുടെ സമയവും അവരുടെ ഊർജവും അവരുടെ ചിന്തയും അവരുടെ ആലോചനയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ ഗൗരവമായി ബീഹാറിൽ ഇടപെടുകയും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഒറ്റ ദിവസം കൊണ്ടുണ്ടായ വിജയമൊന്നുമല്ല, എത്രയോ കാലമായി തുടർച്ചയായി ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നിരീക്ഷണത്തിന്റെ അതിലൂടെ ചെയ്ത വിജയമാണ്. അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നില്ല. ഇപ്പം മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം വന്നതാണ് MY എന്ന് പറയുന്ന സാധനത്തെ മുസ്ലിം
യാദവ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് മഹിളാ യൂത്ത് എന്നാക്കി. എത്രത്തോളം വിപ്ലവകരമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ളതെന്ന് നമ്മൾ പറയുന്ന കാര്യമല്ലേ സ്ത്രീ ശാക്തീകരണം? അതല്ലേ ചെയ്തത്? യൂത്ത് എംപവർമെന്റ് ചെയ്തില്ലേ? ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഏതോ വിമർശിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അതിലേക്ക് മാത്രം വിമർശനത്തെ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ ഇതൊരു പാഠമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതും, ഏതോ നേതാവ് എവിടെയോ ഉയർത്തിയ പരാജയപ്പെട്ടു പോയ അല്ലെങ്കിൽ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാദങ്ങളെ വീണ്ടും ഉയർത്താൻ അതത് പാർട്ടികളിലെ രാഷ്ട്രീയ ബുദ്ധിയുള്ള നേതാക്കന്മാരെങ്കിലും ശ്രമിക്കരുത്. അവരെങ്കിലും ഈ നേതൃത്വത്തോട് പറയണം, ഇതല്ല നമ്മുടെ വഴി, ഭാരതത്തിലെ സാഹചര്യം മാറുകയാണ്, ഈ പുതിയ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല രാഷ്ട്രീയ പാർട്ടികൾ ഭാരതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഒറ്റ പാർട്ടി സംവിധാനമല്ല നമുക്ക് വേണ്ടത്, പല പാർട്ടികൾ ഉണ്ടാകണം. അതിനുള്ള സാഹചര്യം ഒരുക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടാക്കാൻ ഈ ബീഹാർ ഇലക്ഷനെ കൊണ്ട് സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ വിജയം എന്നാണ് എനിക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.